അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും എവിടെ പോയി? അപ്പോൾ നമ്മളിന്ന് കടയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് കടയിൽ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പോൾ കുറച്ച് ആലിക്കുട്ടിയക്കാൻ്റെ കൃതികളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കടയിൽ അടിച്ചു വാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? മുഹറമായില്ലേ? അപ്പോൾ മുഹറം മാസമാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങളിലാണ് അല്ലേ, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. വേറെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളെ പതിവ് പോലെ നമ്മളെ കടയിലെ വർക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഉള്ളതൊക്കെ ആയിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. സന്തോഷമില്ലെങ്കിൽ സന്തോഷമാവാൻ ശ്രമിക്കുക, അത്ര തന്നെ. ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ പോയി വന്ന് അതിൻ്റെ മഴയൊക്കെ കൊണ്ടിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടോ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, രാത്രിയിലൊക്കെ ഞാൻ ഇട്ടത് കേട്ടോ വീഡിയോ. അപ്പോൾ ചുമയൊക്കെ ഒന്ന് ശാന്തമാണ് ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടത്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? അപ്പോൾ ഞാനിവിടെ കടയിൽ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ നമ്മളെ ഓരോ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരോ വിഷമതകളും കാര്യങ്ങളും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജലദോഷവും ചുമയൊക്കെ കാരണം തീരെ വയ്യട്ടോ. എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ വീഡിയോക്ക് ഒരു കമൻ്റ് കണ്ടു, എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞിട്ട്. അതെന്താണെന്ന് എനിക്കും അറിയില്ല കൂട്ടുകാരെ. അപ്പോൾ ഒരു കക്ഷി കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, സംശയമാണ് എന്നാണ് പറയണത്. അപ്പോൾ എന്താ സംശയമൊന്നും എനിക്കും അറിയില്ല. അപ്പോൾ എൻ്റെ ഫോണ് സൗണ്ട് കുറവാണ്, റെഡ്മിയുടെ സെറ്റാണ്. അത് എടുത്തപ്പോഴേ സൗണ്ട് ഇത്ര ഉള്ളൂ, ഈ ഫോണിന് ഇത്ര തന്നെ ഉള്ളൂ സൗണ്ട് എന്നും പറയുന്നുണ്ട്. നമ്മൾ സെറ്റ് 4G ആണ്, 5G അല്ല. അപ്പോൾ നമ്മളത്തെ അത്രയൊക്കെ പൈസ ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ പൈസ തന്നെ കംപ്ലീറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഫോണ് ചെറിയ സാംസങ്ങിൻ്റെ സെറ്റ് ചെയ്യുന്നു, സാധാരണ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റായി, ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു. അപ്പം അങ്ങനെ സെറ്റൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നെ 2 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു സെറ്റ് വാങ്ങിയത്. അത് ക്യാഷ് മുഴുവൻ കൊടുത്തിട്ടില്ല, ഇപ്പോഴും എനിക്ക് ഇതിൻ്റെ ഈ ഫോണിൻ്റെ ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സെറ്റ് സൗണ്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്പീക്കർ മാറ്റിക്കളയെന്ന് പറഞ്ഞേ. പിന്നെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ കടയിൽ കൊടുത്ത് കംപ്ലൈൻറ്റ് തീർക്കാൻ കൊടുത്ത് അത് ഊരിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് സ്പെല്ലിങ് മിസ്റ്റേക്കായി മാറും. വെള്ള സൗണ്ടിലങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സിറ്റി അങ്ങാടിയിൽ അങ്ങനെയുള്ളിടത്തൊക്കെ ചെന്ന് കോൾ ചെയ്താൽ വോയിസ് കേൾക്കില്ല കേട്ടോ, സൗണ്ട് കുറവാണ്. സ്പീക്കർ ഇട്ടാൽ എന്തൊക്കെ ഒരു സൗണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫോണൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കണേ ഞാൻ. ഇപ്പോൾ നമ്മൾ സെറ്റൊക്കെ സാധാരണ സെറ്റാണ്, സാധാരണ സെറ്റ് വെച്ചാണ്ട് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയത് കേട്ടോ. മൈക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നടക്കില്ല. ഒന്നാമത്തേത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആവാത്തൊരു സംഭവമാണ്. ഒരുപാട് ക്ഷമ വേണം, 1 വർഷത്തെ ഗ്യാപ്പുണ്ട്. എന്തെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടണമെങ്കിൽ ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ സക്സസ് ആയിട്ടില്ലെങ്കിൽ ആവത്തുമില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം. നമ്മൾ ശ്രമിച്ച് നോക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുമനസ്സുകൾക്കും ഒരുപാട് നന്ദി. അത്രയ്ക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ
ഫോണ് സൗണ്ട് കുറവായതുകൊണ്ടാണ്. ഞാൻ വോയിസ് വേറെ കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല. അപ്പോൾ ഇതാ നമ്മളെ ആലിക്കുട്ടിക്കാരൻ്റെ കുറച്ച് വികൃതികളും കാണാം കേട്ടോ. അപ്പുറത്ത് ഒരു ഹാർഡ്വെയർസിൻ്റെ കട ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് അത് അടച്ച് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ പുറത്തുണ്ടാവും. അപ്പോൾ അടച്ച് പോയി കഴിഞ്ഞാൽ പക്ഷെ അവിടെ കയറി ഇതൊക്കെയാണ് പരിപാടി. ചിലപ്പോൾ ദൈനംദിന പരിപാടിയാവും, ചില ദിവസങ്ങളിലില്ല ഈ കുസൃതികളൊന്നും. അപ്പോൾ അതിൻ്റെ കുസൃതികളൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കി നിൽക്കും. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സൊരു കുട്ടിയോളെ മനസ്സല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബുദ്ധിയന്തുള്ള മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കോ അങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ലല്ലോ. ഇപ്പം ഇങ്ങനെ നമ്മൾ ആലിക്കുട്ടിയാക്കാൻ്റെ തലയൊക്കെ നല്ലോണം ചൊറയുണ്ട്. അപ്പോൾ അത് കുളിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അതിനെ കുളിപ്പിച്ചെടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെ മണ്ണിലൊക്കെ കിടന്ന് ഉരുളും, ഇവിടൊക്കെ ഇരിക്കും കേട്ടോ. കൊതുക് കടിയും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കും. വെയിലും ഇല്ല, കാറ്റും ഇല്ല, മഴയില്ല. ഈ ദുനിയാവ് ഇല്ല, യാതൊരു ബന്ധവുമില്ല, ഓർമ്മയില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഷർട്ടൊന്നും ഇടില്ല, മുണ്ട് മാത്രം ഉണ്ടാവും. അത് ചിലപ്പോൾ കാണാൻ മുണ്ടൊക്കെ മാറ്റിയിട്ട് വരുന്നേ. ഇപ്പോൾ കടയിൽ വന്നാൽ ഒരു ചായയും പൊറാട്ടയും. ഇപ്പോൾ വെച്ച് പൊറാട്ട ആൾ കഴിക്കണില്ല, അതൊക്കെ നുള്ളിപ്പൊളിച്ച് കളയും. ഒക്കെ പകുതി കാക്കാച്ചകൾക്കുള്ളതാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെയാണ് കൊടുക്കൽ. അപ്പോൾ പൊറോട്ട ചായ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ വന്ന് സ്റ്റൂളൊക്കെ ഇട്ട് 4 നിരക്കലാണ്, എന്നിട്ട് നിരക്കും. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഏതാണ് ആവശ്യമൊന്നും അറിയില്ല, വാങ്ങിക്കാനാണോ എന്തോ. എന്തെങ്കിലുമൊക്കെ കിട്ടിയതൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെയൊക്കെ ഉള്ള പച്ച ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ പൊട്ടിച്ച് അരയില കോന്തലൊക്കെ തുണിയുടെ അറ്റത്ത് തിരികെ വെക്കൂട്ടത്. എന്തിട്ടാലും ആ തുണി മടക്കിൻ്റെ അരിയിൽ എന്താണ് കാണുമ്പോൾ വല്ലാത്തൊരു നൊമ്പരാണിത്. അവർ ആരൊക്കെ ഏതൊക്കെ ചാനലുകാർ വന്നിട്ട് അതിന് ചികിത്സിക്കാനും കൊണ്ടുപോകാനൊക്കെ നോക്കിയിട്ടുണ്ട് അത്ര. പക്ഷെ നടന്നിട്ടില്ല. അതിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല. പിന്നെ ആൾക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വീട്ടുകാരാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും എനിക്ക് എന്തോ കാണുമ്പോൾ വല്ലാത്തൊരു നൊമ്പരം ആയിട്ട് തോന്നാണ്, പാവം തോന്നാണ്. ഞാൻ എപ്പോഴും അതിനെ ശ്രദ്ധിക്കും. അടുത്തതിൻ്റെ കാലുമ്മ വണ്ടി കെട്ടിണ്ടായിരുന്നു. മുറിയൊക്കെ കൊണ്ടുപോയി തുന്നൊക്കെ എല്ലാവരും കൂടി കൊണ്ടുപോയി തുന്നിടിച്ച് ഇപ്പോൾ മാറി ഉണങ്ങി വന്നിട്ടോ. പക്ഷെ ആൾക്ക് പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല, ജലദോഷം ഉണ്ടോയെന്നും അറിയില്ല. നമുക്ക് പെട്ടെന്ന് അസുഖം വരും. ആ മനുഷ്യന് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ. പക്ഷെ നമ്മളൊക്കെ നേരം ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കില്ലേ നമുക്ക്. പക്ഷെ ആ മനുഷ്യൻ ചളിയും മഴയും കണ്ടോ അതാ പോണ ആളങ്ങ് പോയിട്ടോ. വല്ലാത്തൊരു ഇതാണല്ലേ, സംഭവം തന്നെയാണ്. ഷുഗറുണ്ടോ പ്രഷറുണ്ടോ അതൊന്നും വിഷയമല്ല. നമ്മളൊക്കെ എന്താണ് ഒരു ചെറിയ തലവേദന എന്ന ഹോസ്പിറ്റലിൽ പോയി, ഒരു കുരു വെട്ടിയ ഹോസ്പിറ്റലിൽ പോയി. ആ മനുഷ്യൻ നടക്കണ നടപ്പ് വേണ്ട, അതാണ് അള്ളാൻ്റെ ഒരു പടപ്പ്. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണല്ലേ. എന്തായാലും മനുഷ്യന് ആരോഗ്യം കൊടുക്കട്ടെ പടച്ച റബ്ബ്. അസുഖങ്ങളൊക്കെ വന്നാൽ താങ്ങാനുള്ള ഇത് കൊടുക്കട്ടെ. അല്ലാണ്ട് പടച്ചവനല്ലാണ്ട് മനുഷ്യനാരാ? എല്ലാവരും ഉണ്ട്, പക്ഷെ എന്നാലും പടച്ച റബ്ബ് തന്നെ തോന്നാം. ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കായില്ല. ഈ കോമ്പൗണ്ട് വിട്ട ആളെങ്ങും പോകില്ലട്ടോ. അത് ആളിവിടെ എത്തിയിട്ടുണ്ട്, കടയുടെ ഇവിടെ എത്തിയിട്ടാണ് തിരിച്ചു വന്നു. കണ്ട ആ രേലി ഇലയൊക്കെ വെച്ച് തിരികെ വെച്ചിരിക്കുന്നുണ്ട. എന്താന്നൊക്കെ ചോദിക്കും. എനക്കെന്താന്ന് ചോദിക്കും. ചായ കൊടുത്താൽ ചായ കുടിക്കും. ചായ ചിലപ്പോൾ പകുതി ഒഴിച്ചളയും. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം. അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ പെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു മഴയുടെ വീഡിയോ ഒക്കെ എടുത്തത് വീഡിയോ കാണാൻ നല്ല രസമുണ്ടല്ലേ. ക്യാമറ കണ്ണിലൂടെ കാണാൻ വേറൊരു രസമല്ലേ. അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇവിടെ അതിൻ്റെ ചെയ്യാൻ. അസ്സലാമു അലൈക്കും.